ഓക്കെ മിനിസ്റ്റർ, ഞാൻ ഒരു കാര്യം കൂടി മിനിസ്റ്ററോട് ചോദിക്കുന്നത്, ഞാൻ പേഴ്സണലായിട്ടാണ് ഇവരെ നമ്മൾ ഈ ദുരന്തമുഖത്ത് നിന്നപ്പോൾ ഇപ്പോൾ ഇന്നലെ ഈ സർവ്വമത പ്രാർത്ഥനയോടുകൂടി 8 പേരുടെ മൃതദേഹമാണ് സംസ്കരിച്ചത്. ഇന്നിപ്പോൾ 178ഓളം ശരീരഭാഗങ്ങൾ സംസ്കരിക്കുന്നു. ഇവർ നമ്മുടെ ഒരു ജീവിതത്തിൽ ഇങ്ങനെയൊരു അവസ്ഥ നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവില്ല. മിനിസ്റ്റർ എന്ന നിലയ്ക്ക് അപ്പുറമുള്ളൊരു കെ രാജനെ എനിക്കറിയാം. അപ്പോൾ ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരവസ്ഥയായിരിക്കുമല്ലോ ഇത് ഇങ്ങനെ നിരന്തരമായിട്ട് കാണുമ്പോൾ. ഞാൻ ദുരന്തത്തെക്കുറിച്ചല്ല, ഈ സംസ്കാര ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ ശ്രീ കെ രാജന് തോന്നിയൊരു അനുഭവം എന്തായിരിക്കും? എല്ലാ മതത്തിൻ്റെയും നമുക്കറിയാത്ത ബോഡികളാണ്, പല മതങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്നവരുണ്ടാകും. ഇനിയും അവരുടെ ബന്ധുക്കൾക്ക് പോലും കിട്ടാനും സാധ്യതയില്ലല്ലോ ഇവരെ, അവർ തിരിച്ചറിയാത്ത ബോഡിയാണ്. അതെങ്ങനെയാണ് മിനിസ്റ്റർ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഐ മീൻ കെ രാജൻ, നോട്ട് മിനിസ്റ്റർ. സത്യത്തിൽ അരുൺ, നമുക്കൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു റോബോട്ടായാലോ എന്ന് ചിലപ്പോൾ തോന്നും മനസ്സിൽ. കാരണം കണ്ണേ മടങ്ങുക എന്ന് കാണുന്ന വിധത്തിൽ ഇത് കേട്ടും കണ്ടും വല്ലാത്തൊരു വികാരത്തിലാവുകയാണ്. പക്ഷേ അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളമായിട്ട് കണ്ടിട്ടുള്ള കെ രാജൻ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന കുപ്പായത്തിൽ മാത്രം നിൽക്കാൻ കെ രാജൻ എന്ന മനുഷ്യനോട് ഞാൻ തന്നെ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ കൈവിട്ടു പോകും സിറ്റുവേഷൻസ് എല്ലാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ചിന്തയ്ക്ക് നമ്മൾ പോകുന്നില്ല. ഇപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഈ ദൗത്യ സംഘത്തിൽ അല്ലെങ്കിൽ ഈ പ്രത്യേക മന്ത്രിതല ഉപസമിതിയുടെ ഭാഗമായി കരളുറപ്പോടെ നിൽക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ ചെയ്യാനുള്ളൂ. നമുക്ക് ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ അങ്ങ് മുഖം മാറ്റാൻ വേണ്ടി തീരുമാനിച്ചാൽ സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സംഭവങ്ങളാണ് ഓരോ. അപ്പോൾ ഇന്നലെ തന്നെ അരുൺ, പറയാൻ പാടുണ്ടോയെന്ന് എനിക്കറിയില്ല, നമുക്ക് വല്ലാതെ നിർബന്ധമായും മാറ്റേണ്ട 8 ബോഡികളുടെ കൂട്ടത്തിൽ 9ാമത്തെ ബോഡി കൂടി വന്നു. 9 എണ്ണം നമുക്ക് ഡീകമ്പോസ്ഡായി എന്ന് ഉറപ്പുവരുത്തുന്ന ബോഡികൾ മാറ്റാൻ നിൽക്കുമ്പോൾ അവസാന ഘട്ടത്തിലൊരു ബോഡി തിരിച്ചറിഞ്ഞു. അതൊരു വല്ലാത്ത ബോഡികൾ ആദ്യം തീരുമാനിച്ചു. പെട്ടെന്ന് DMOൻ്റെ മെസ്സേജ് വരുന്നു, ഒരു ബോഡി കൂടി ഡീകമ്പോസ്ഡാണ്, കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നു. 9 ബോഡികൾ ഒരുമിച്ച് സംസ്കരിക്കാമെന്ന് തീരുമാനിക്കുന്നു. അരമണിക്കൂറിനിടയിൽ ഒരു ബോഡി തിരിച്ചറിയുന്നു. ആ ബോഡി പിന്നെ മാറ്റി 8 എണ്ണമാണ് ഡീകമ്പോസ് ചെയ്ത ബോഡികളായിട്ട് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ കണ്ടു നിൽക്കുക വല്ലാത്ത പ്രയാസകരമായ കാര്യമാണ്. പക്ഷേ അഭിസംബോധന ചെയ്യാല്ലാതെ മറ്റൊരു വഴിയില്ല. 24 മണിക്കൂർ ഒപ്പം നിൽക്കുക, ഇതിൽ കേന്ദ്രീകരിക്കുക. ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളൊക്കെ നമ്മളൊരു വലിയ സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മലയാളം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന, എല്ലാവരെയും ചേർത്ത് പിടിച്ചും ജാതി മത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെയും നടത്തുന്ന ഒരു വലിയ ദൗത്യം എന്ന നിലയിൽ അതിൻ്റെ ഭാഗമാകുക, അത്രയേ പറ്റുള്ളൂ. ഓരോ സീനുകളും എനിക്ക് തോന്നുന്നു അരുണുമായിട്ട് നമ്മൾ ഇരുന്നത് പോലെ നേരിട്ട് ഈ വലിയ പ്രയാസം കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഷോയിൽ ഇരുന്നാൽ കുറേ കാര്യങ്ങളങ്ങ് തുറന്ന് പറയാൻ വേണ്ടി കഴിയും. വലിയ അനുഭവങ്ങളാണ്, വലിയ കരൾ പിളർക്കുന്ന അനുഭവങ്ങളാണ് ഇതിനിടയിൽ. നമുക്ക് മിനിസ്റ്റർ നമുക്കിതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന് ഒടുങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഈ മുണ്ടക്കയിലൊന്ന് പോകണം. അവിടെ നൂറുദ്ദീനും അബ്ദുൾ റസാഖും ജിതിനെയും, അപ്പം ഈ വിവരങ്ങളിലൂടെ മിനിസ്റ്റർക്കൊക്കെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവിടെ. അലവിച്ചേട്ടൻ, ഇന്നലെ കണ്ട ബീഫ് വിൽക്കുന്ന അലവിച്ചേട്ടൻ. അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് നേരിട്ടൊന്ന് കാണും. ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് അങ്ങും മുഹമ്മദ് റിയാസ് നമുക്കെല്ലാം കൂടി അവിടേക്കൊന്ന് പോകണം. എന്നിട്ട് നമുക്ക് അവിടെ ഒന്ന് സംസാരിക്കണം. ഇതൊക്കെ തുറന്നു പറയണമല്ലോ. നമുക്ക് പ്രേക്ഷകരുമായിട്ടോ ആൾക്കാരുമായിട്ടോ ഒന്നും മറച്ചു വയ്ക്കാനില്ലാത്ത മനുഷ്യരാണ്. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ആ കുപ്പായത്തിൽ തന്നെ ഇരുന്നാൽ മതി. അപ്പോൾ താങ്ക് യു മിനിസ്റ്റർ, താങ്ക് യു. അതെ, ഓക്കെ, താങ്ക് യു. പറഞ്ഞോളൂ. താങ്ക് യു. മിനിസ്റ്ററാണ് നമുക്കൊപ്പം ചേർന്ന്. മിനിസ്റ്റർ പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ, അത് വല്ലാതെ ചങ്കിക്കുള്ളതൊരു വാചകമാണ്. നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ അനുഭവിച്ച പല വികാരങ്ങളും നമ്മൾ മൂടി വെച്ചു. പറഞ്ഞോ മിനിസ്റ്റർ ഉണ്ടോ? കറക്റ്റാ. ഞാൻ പറഞ്ഞത് ലോകം കണ്ട മലയാളത്തിൻ്റെ ഒരു മാതൃക നമ്മൾ ചങ്കുറപ്പോടെ തരണം ചെയ്യുമ്പോൾ, ഈ ചങ്കുറപ്പോടെ തരണം ചെയ്യുന്ന കവചങ്ങളുടെ പിറകിൽ രക്തബന്ധങ്ങളും മനുഷ്യ ബന്ധങ്ങളുമൊക്കെ എപ്പോഴും കണ്ണീരും തൊണ്ടയിടറുന്ന അനുഭവങ്ങളുമൊക്കെയുള്ള മനുഷ്യർ ഈ കവചങ്ങളുടെ പിന്നിൽ നിലയുറപ്പിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അടക്കി വെച്ചുകൊണ്ടാണ് പലതും സൂക്ഷിക്കുന്നത്.
അത് വിട്ടുപോകാതിരിക്കാൻ നല്ലതുപോലെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എവിടെയെങ്കിലും പറയണം, എവിടെയെങ്കിലും പറഞ്ഞേ പോകാൻ പറ്റുള്ളൂ. ഇത് സൂക്ഷിച്ച് ജീവിതം മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എവിടെയെങ്കിലും നമുക്കിത് സംസ്കരിക്കണം. കോടികൾ മാത്രമല്ല, നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങളും ഇതിനിടയിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം ഈ ചെറിയ പ്രായത്തിൽ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രയാസങ്ങളും നമുക്ക് എവിടെയെങ്കിലും ഇതെല്ലാം സംസ്കരിക്കാൻ കഴിയും. പക്ഷെ ഇപ്പം മലയാളത്തിന് വേണ്ടി നമ്മൾ ഒറ്റ മനസ്സായി ഇതെല്ലാം 3.5 കോടി മലയാളിയുടെ വികാരമുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും പിറകിൽ. നമ്മളൊറ്റയ്ക്കല്ല, നമ്മൾ ഒരു മനുഷ്യനാണ്. റവന്യൂ വകുപ്പ് മന്ത്രി ഒരു മനുഷ്യനാണ്, മുഖ്യമന്ത്രി ഒരു മനുഷ്യനാണ്, അരുണൊരു മനുഷ്യനാണ്. ഇതൊക്കെയാണെങ്കിലും 3.5 കോടി മലയാളികളുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനകൾ, സ്പന്ദനങ്ങൾ, അവരുടെ വികാരങ്ങൾ, അവരുയർത്തിപ്പിടിക്കുന്ന ഞാനിപ്പോൾ ഓരോ ദിവസവും നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന മെസ്സേജുകൾ കണ്ടാൽ പ്രയാസപ്പെടും. മുലയൂട്ടേണ്ടവരുണ്ടെങ്കിൽ അതിനു പോലും ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് വികാരം പ്രകടിപ്പിക്കുന്ന അമ്മമാരുൾപ്പെടെയുള്ളതാണ് മലയാളം എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. അതാണ് മലയാളിയുടെ കരുത്തും ബന്ധവും. അവിടെ നമുക്ക് ഓരോ ചെറിയ കാര്യത്തിനും തർക്കിക്കാനില്ല, നമുക്ക് ഒരു കാര്യത്തിനും തർക്കിക്കാനില്ല. നമുക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും ഏത് വിഷയമുണ്ടെങ്കിലും നമുക്കതിനെ മറികടക്കാൻ കഴിയുന്നതാണ് നമ്മുടെ അമ്മമാർ നൽകുന്ന. കുട്ടികളെ ഏറ്റെടുക്കാൻ തയ്യാറാണ്, മുല കൊടുക്കാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിക്കുകയും നമ്മളെ പിന്നെ ഉറപ്പിച്ച് ആശ്രയിക്കുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് അമ്മമാരുടെ വികാരങ്ങളും വിചാരങ്ങളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ കരുത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ മിനിസ്റ്റർ.